നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ്. കേരളത്തിന് മുന്നിൽ ന്യൂജൻ മാനങ്ങളുള്ള പുത്തൻ കുംഭകോണമായി മാറുകയാണ് പാതിവില തട്ടിപ്പ്. മുൻ കുംഭകോണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തട്ടിപ്പിന് രാഷ്ട്രീയ ബന്ധവും കൂടിയുണ്ട്. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് BJP നടത്തിയ ആനുകൂല്യ വിതരണത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു തട്ടിപ്പ്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സാമൂഹിക സേവനത്തിന് നീക്കിവെക്കുന്ന CSR ഫണ്ടിൽ തട്ടിപ്പിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു അനന്തു. BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളടക്കം ആരോപണ വിധേയരാണ് ഇപ്പോൾ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ പരാതിയുമായി BJP സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ രംഗത്ത്. പോലീസിൽ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാറ്റിപ്പറയുന്ന തന്ത്രവുമായി അനന്തു കാര്യങ്ങൾ നാടകീയമാക്കുന്നു. അനന്തു ഒറ്റയ്ക്കൊരു തട്ടിപ്പുകാരനോ ഒരു തട്ടിപ്പ് കൂട്ടത്തിൻ്റെ ചട്ടുകമോ? അനന്തു തനി തട്ടിപ്പുകാരനോ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള തികഞ്ഞ തട്ടിപ്പുകാരനോ? അനന്തു ഉപയോഗിച്ച രാഷ്ട്രീയ നേതാക്കളിലും ചാരിറ്റി സ്ഥാപനങ്ങളിലും ഇരകളെത്ര, പങ്കാളികളെത്ര? സമഗ്ര അന്വേഷണത്തിന് മാത്രം ഉത്തരം നൽകാനാവുന്ന ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് കേരളം എന്തൊക്കെ ആലോചിക്കണം, ചിന്തിക്കണം, പഠിക്കണം? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം പങ്കുചേരുന്നത് CPIM-ന് വേണ്ടി M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസിന് വേണ്ടി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, നിരീക്ഷകനായ അഡ്വക്കേറ്റ് N. ലാൽകുമാർ. അഡ്വക്കേറ്റ് ലാൽകുമാർ, പതിവുകൾക്ക് വ്യത്യസ്തമായി ഞാൻ താങ്കളിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ഒരുപാട് മാനങ്ങളുണ്ട്, ഒരുപാട് തലങ്ങളുള്ള ഒരു കുംഭകോണത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് കോർപ്പറേറ്റ് ഫണ്ട് കിട്ടും എന്ന് വിചാരിച്ച് ഒരു NGO പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ കോർപ്പറേറ്റ് ഫണ്ടുകൾ നിലച്ചു പോയതുകൊണ്ടോ മറ്റോ ഫണ്ടിൻ്റെ ലഭ്യതയില്ലായ്മ മൂലം കുറച്ച് പേർ പരാതികളുമായി രംഗത്ത് വരുന്നു എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഇതിപ്പോൾ ഒരു വലിയ കുംഭകോണമായി, പല തലങ്ങളുള്ള ഒരു കുംഭകോണമായി വളർന്നു മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഈ പ്രതി വിളിച്ചു പറയാൻ, പോലീസിന് മുന്നിൽ വിളിച്ചു പറയാൻ തുടങ്ങിയതോടുകൂടിയാണ്. അതിതാ പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രമുഖരായവരുടെ പേരുകൾ. മാത്യു കുഴൽനാടനുണ്ട്, ഫ്രാൻസിസ് ജോർജ് MP ഉണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നേതാക്കളിൽ പലരും നിഷേധവുമായി രംഗത്ത് വരുന്നും ഉണ്ട്. മാത്യു കുഴൽനാടനൊക്കെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. കഴിഞ്ഞ ദിവസം CPIM ജില്ലാ സെക്രട്ടറി, ഇടുക്കി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഇദ്ദേഹം ആരോപണം ഉയർത്തി, പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന വാർത്തയുണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ, വർഗീസ് തന്നെ നിഷേധിക്കുകയും ഇന്ന് ആ ബാങ്ക് തന്നെ മുന്നോട്ട് വന്ന ആ ബാങ്കിൽ അദ്ദേഹത്തിന് അംഗത്വം പോലുമില്ല, അങ്ങനെ ഒരു 25 ലക്ഷം കിട്ടിയിട്ടില്ല എന്ന തെളിവുകൾ പുറത്തു വരുന്നു. അത്തരത്തിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്കും ചാടി നിഗമനങ്ങളിലെത്തുന്നത്, അതെടുത്ത് തലയിൽ വെച്ച് സ്വന്തം കിരീടമാക്കുന്നത്, അതെടുത്ത് ചുണ്ടിൽ വെച്ച് സ്വന്തം പ്രഘോഷണമാക്കുന്നത് മാധ്യമങ്ങൾക്ക് നല്ലതല്ല. എങ്കിലും നമുക്കിത് ചർച്ച ചെയ്യാതെ വയ്യ. കേരളം വളരെ ശ്രദ്ധയോടുകൂടി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേർ തട്ടിപ്പിൽപ്പെട്ട ഒരു വലിയ കുംഭകോണമാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടരുകൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി പോകണം. നമ്മൾ ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ പ്രാരംഭമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ലാൽകുമാർ ഈ വിവാദത്തിൽ എന്ത് നിരീക്ഷിക്കുന്നു? ലാൽകുമാർ. നോക്കൂ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഖ്യമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോർട്ടലിലേക്ക് ഒരു വ്യക്തമായ ഒരു പരാതി വരികയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആക്ഷനാണിത്. അല്ലാതെ മാധ്യമങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ പ്രതിപക്ഷം കണ്ടുപിടിച്ചതോ അല്ലെ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നതോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിമർശനത്തിന്റെ ഭാഗമായി വന്നതോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഒരു കംപ്ലൈന്റ് വരികയും ആ കംപ്ലൈന്റിനെതിരെ ആക്ട് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ദൗത്യമാണ്, ജോലിയാണ്. അത് കൃത്യമായി ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഏതെങ്കിലും തരത്തിൽ എന്തേലും മൂടി വെക്കാനുണ്ടെങ്കിൽ, മറച്ചു വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പം നോക്കൂ, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നു. ഞാനതിനെ 2 രീതിയിൽ കാണാം.
ഞാനത് വളരെ ആത്മാർത്ഥമായി തന്നെ രണ്ട് രീതിയിൽ കാണുന്ന ഒരാളാണ്. ഒരാൾ ഈ പറയുന്ന പോൺസായി സ്കീമിന്, നമ്മൾ പോൺസായി സ്കീം എന്നാണ് പൊതുവെ പറയുക, ഈ പോൺസായി സ്കീമിൻ്റെ കോൺസ്പിറസിയുടെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർ, അതൊരു ഗ്രൂപ്പ്. രണ്ടാമത് ഇതൊന്നും അറിയാതെ ഇതിനകത്ത് പെട്ടുപോയ ആൾക്കാർ. അങ്ങനെ രണ്ട് കൂട്ടരാണ് ഇതിനകത്തുള്ളത്. ഒരു കൂട്ടരുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറ്റിക്കപ്പെട്ട ആൾക്കാർ. 3 കൂട്ടരാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിനകത്ത് കോൺസ്പിറസിയുടെ ഭാഗമായി എത്ര രാഷ്ട്രീയക്കാർ നിൽക്കുന്നു, ഏതൊക്കെ രാഷ്ട്രീയക്കാർ നിൽക്കുന്നു, ആരൊക്കെ ഇതിനകത്ത് പറ്റിക്കപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പം നോക്കൂ, പല രാഷ്ട്രീയ നേതാക്കൾ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും, ഇവരൊക്കെ പ്രമുഖരായ രാഷ്ട്രീയക്കാരുടെ മുഖം ഈ മനുഷ്യൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് ഈ പോൺസായി സ്കീമുകളിൽ ഇടപെടുന്ന ആൾക്കാർ പൊതുവെ ചെയ്യുന്ന ഒരു രീതിയാണ്. അത് പ്രതിപക്ഷ നേതാവെന്നോ മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ മറ്റാരെന്നോ ഇല്ലാതെ ഇവർ ചെയ്യുക, ഇവർ വളരെ റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നും ഇവർ വളരെ ജെനുവിൻലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നും പൊതുസമൂഹത്തെ ബോധിപ്പിക്കാൻ ഇവർ ചെയ്യുന്ന ഏറ്റവും ലളിതമായ കാര്യങ്ങളിലൊന്നാണ് രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടുക. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത എന്താണ്? രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ ഏതൊരു കാര്യത്തിനും ഓടിയിറങ്ങുന്നവരും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും വളരെ ആക്റ്റീവായി, ഹൈപ്പർ ആക്റ്റീവായി ഇടപെടുന്ന ആൾക്കാരുമാണ്. അത് ചിലപ്പോൾ അതിനകത്ത് വോട്ടുണ്ടാകാം, വോട്ടിൻ്റെ ലക്ഷ്യമുണ്ടാകാം, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയക്കാരാണെന്ന് ബോധ്യപ്പെടുത്താനാകാം. അങ്ങനെ പല ആസ്പെക്റ്റുകൾ കയറിയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് പലപ്പോഴും പെരുമാറുക. ഇപ്പം പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു MLA ഒരു കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അവർ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ വരുത്തുകയും കൂടെ അതിനകത്ത് ലക്ഷ്യമുണ്ട്. അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ, ആ അവസരത്തെ അല്ലെങ്കിൽ അങ്ങനൊരു വിഷയത്തെ ഒരു അവസരമാക്കിയെടുത്തുകൊണ്ട് നാട്ടുകാരെ മൊത്തം കബളിപ്പിക്കാൻ നോക്കൂ. ഒരു റിട്ടയർഡ് ജഡ്ജി ഉൾപ്പെടെ അതിനകത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ ജഡ്ജിക്ക് ഇതിനകത്ത് എന്താണ് സ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നോക്കൂ, പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിനകത്ത് നിന്ന് എന്ത് നേടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇത് ഭരണപക്ഷത്തു നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നു. ഇതിനകത്ത് അങ്ങനെ അറിയാതെ പെട്ടുപോയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാര്യം അവർക്ക് ഇതിനകത്ത് ഈ സ്കീമുമായി ബന്ധപ്പെട്ട ഒരു സ്കൂട്ടറിന് വില കുറച്ച് കൊടുത്തതുകൊണ്ടോ വില കൂട്ടി കൊടുത്തതുകൊണ്ടോ ഒരു കാരണവശാലും ഒരു പ്രയോജനവുമില്ല. അവരതിനകത്ത് താല്പര്യപ്പെടുന്നവരുമായിരിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ, എന്ന് വെച്ചാൽ സാമൂഹികമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പ്രവൃത്തിയിൽ ഇടപെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചിലപ്പം ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വളരെ ഇന്നസെൻ്റായിട്ട് പോയി വിളിക്കുമ്പോൾ എന്നാൽ ഞാൻ വന്നേക്കാം എന്ന് പറയുമോ ഒക്കെ ചെയ്യും. കാര്യം എന്താ? ഇവരുടെ കൂട്ടത്തിൽ മറ്റ് രാഷ്ട്രീയക്കാർ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആദ്യത്തെ കോൺസ്പിറസിയുടെ ഭാഗമായി കുറേ പേര് നിൽക്കുന്നു. അത് സമൂഹത്തിൽ കൊള്ളാവുന്നവർ തന്നെ കോൺസ്പിറസിയുടെ ഭാഗമാകുന്നു. ആ ഭാഗമാകുമ്പം ഇവരുടെ മുഖം കാണിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരും ഇതിനകത്ത് അറിയാതെ തന്നെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം സംഭവിച്ചിട്ടുണ്ടോ? ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ പറയുന്ന പ്രമുഖരായ ആൾക്കാരുടെ മുഖം കാണുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയാണെന്ന് തോന്നുന്നു, മനോരമയിലെ ഒരു ചർച്ച കാണുകയായിരുന്നു. അതിനകത്ത് കേരളത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായി വരുന്ന ഒരു ആളുടെ മരുമകൾക്കോ ആ മരുമകൾക്ക് വേണ്ടി മറ്റോ അദ്ദേഹം പൈസ കൊടുക്കുവാറ്റോ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പം വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ വളരെ പോസിറ്റീവായി സമൂഹത്തിൽ ഇടപെടുന്ന ആൾക്കാർ പോലും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇത്രയും സ്കെയിലിൽ കബളിപ്പിക്കാൻ ഈ പറയുന്ന ആർക്കും ഞാൻ വിചാരിക്കുന്നില്ല. നല്ല ശതമാനം ആൾക്കാർക്ക് ഇതിനകത്ത് അങ്ങനൊരു താല്പര്യമുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ പക്ഷേക്ക് ഒരു വലിയ പ്രാധാന്യമുള്ള പക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആ പക്ഷേ എടുത്ത് പറഞ്ഞത്. ഇത് ഒരു കോൺസ്പിറസിയുടെ ഭാഗമായി നിന്ന് ആൾക്കാരെ പറ്റിച്ച് പണമുണ്ടാക്കാൻ ഈ പറയുന്ന വ്യക്തിയോടൊപ്പം നിന്നിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് കൃത്യമായ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഇപ്പം മാത്യു കുഴൽനാടന് പൈസ കിട്ടിയെന്ന് പറയുന്നു. മാത്യു കുഴൽനാടന് എന്തിന് പൈസ കിട്ടി, എന്താവശ്യത്തിന് കിട്ടിയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കണം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും വ്യക്തമാക്കണം. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു കള്ളത്തരം പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ പറ്റിച്ചൊരാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് വലിയ വാലിഡിറ്റി ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. കാര്യം അതിന് ഐ ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അങ്ങനെ എടുക്കാനേ നമുക്ക് മതിയാവും. ഇപ്പം എന്ത് ആവശ്യത്തിനാണ് ഇവർക്ക് പൈസ കൊടുത്തിരിക്കുന്നത്? അതോ ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരം പറയുന്നതാണോ?
കോൺഗ്രസിൻ്റെ 1-2 പേരുടെ പേര് പറഞ്ഞു. ഞാനൊന്നും ഇപ്പം വലിച്ച് ഇതിനകത്തോട്ട് ഇടാത്തതിന് കാര്യം സമൂഹത്തിൽ കൊള്ളാവുന്നതായി പൊതുപ്രവർത്തകരായി ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ജീവിതം മൊത്തം ഇതിനു വേണ്ടി പുറകെ നടക്കുന്ന ആൾക്കാരെ കരിവാരി തേക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അത് ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, ഇതിനകത്ത് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ പണത്തിൻ്റെ പങ്ക് പറ്റി നാട് കടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കാര്യം അവർ പൊതുപ്രവർത്തകരാകാൻ യോഗ്യതയുള്ളവരല്ല. ആ പൊതുപ്രവർത്തകത്തിന് അതിനൊക്കെ ഉപരി വേറൊരു വലിയ പ്രശ്നമുണ്ട്. സമൂഹത്തിൽ നടത്തുന്ന ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈമിന് എല്ലാ കുടയും പിടിച്ച് ആ ക്രൈമിൻ്റെ ഭാഗമായി, ആ കോൺസ്പിറസിയുടെ ഭാഗമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പൊതുപ്രവർത്തകരെന്നല്ല, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റോടുകൂടി വർക്ക് ചെയ്യുന്നവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരേണ്ടതാണ്. അതല്ല എങ്കിൽ ഒരു പാർട്ടിക്ക്, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കോ CPM-നോ ഒരു ഫണ്ട് കൊടുത്തു, ആ ഫണ്ട് കൊടുത്ത പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ BJPക്ക് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു ഫണ്ട് കൊടുത്താൽ അവർ സ്വീകരിക്കാതിരിക്കത്തൊന്നുമില്ല. കാര്യം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഈ പറയുന്ന നമുക്ക് കറക്റ്റായിട്ടൊരു സോഴ്സ് അറിയാം, ഏത് കള്ളത്തരത്തിലുള്ള ഒരു സോഴ്സ് ആണെന്ന് വ്യക്തമായ ധാരണ ഉള്ളതാണെങ്കിൽ നമ്മൾ വാങ്ങിക്കത്തില്ല. ഇത് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതാണ്, വണ്ടി കൊടുക്കുന്നതാണ്, ഈ പൊതുസമൂഹത്തിലുള്ള ജഡ്ജിമാരുൾപ്പെടെ വരെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഈ പറയുന്ന പണം വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് അവിടെ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇല്ലാതെ ഇപ്പൊ വർഗീസിന്റെ കാര്യം പറഞ്ഞ പോലെ വായിച്ച് പറഞ്ഞിട്ടില്ലാത്തവരെയും കൂടെ ഇതിനകത്ത് പിടിച്ചിടുന്ന രീതി ഉണ്ട്. ലാലെ, തിരിച്ചു വരാം. അത്തരത്തിൽ തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ്, സമചിത്തതയോടുകൂടി തന്നെയാണ് ഞങ്ങളും ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യപ്രതിയായി പിടിയിലുള്ള അനന്തു പറയുന്നു, പോലീസിനോട് പറയുന്നു എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന കാര്യങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു കുറ്റാരോപിതൻ്റെ മൊഴികളാണ്, ഇതൊരു കുറ്റാരോപിതൻ്റെ അവകാശവാദങ്ങളാണ്, ഇത് പ്രഖ്യാപിത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പേർ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഒരുപാട് പേർ ഇതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇത്തരം മോഡലുകളിലൂടെ കബളിപ്പിക്കപ്പെടാൻ ഇടനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങളിത് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിരീക്ഷകനിൽ നിന്ന് ഈ ചർച്ച തുടങ്ങി വെച്ചതും ഏതിലെ ആയിരിക്കണം നമ്മുടെ ചർച്ച മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ആ അതിരുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി. തീർച്ചയായും ലാൽ അത് വളരെ കൃത്യമായി തന്നെ ചെയ്തിരിക്കുന്നു. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്ക് വരികയാണ്. വസന്ത് സിറിയക്, ഇന്നലെ വരുന്ന വാർത്തകൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പേരില്ലാത്ത ഒരു പരാതി അന്വേഷിക്കാൻ അദ്ദേഹം പോലീസിനെ വിടുകയും പോലീസ് അന്വേഷിച്ച് അതിൽ ചില പ്രാഥമിക വസ്തുതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടൊരു കേസെടുക്കുകയും ഈ പ്രതി പിടിയിലാവുകയും ചെയ്യുന്നതോടുകൂടിയാണ് കൂടുതൽ പേർ പരാതികളുമായി സംസ്ഥാനത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോളം ഒരു പരാതി പരമ്പര തന്നെ ഉത്ഭവിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇതൊരു കുംഭകോണമാണ് എന്ന തലത്തിലേക്ക് വളർന്ന് ഇരിക്കുന്നത്. ഈ പിടിയിലായ പ്രതി അനന്തു പോലീസിനോട് പറഞ്ഞിരിക്കുന്നതായി ഇപ്പോൾ പ്രചരിക്കുന്ന കാര്യങ്ങളിൽ തീർച്ചയായും ഇപ്പോൾ നമ്മളിവിടെ പരാമർശിച്ചതുപോലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളുടെ പേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾ ഈ സംഭവങ്ങളെ പൊതുവെ എങ്ങനെ കാണുന്നു? വിശേഷിച്ച് താങ്കളുടെ പക്ഷത്തുള്ള ചില നേതാക്കൾ ആരോപണ വിധേയരായി വാർത്തകളിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അഡ്വക്കേറ്റ് വസന്ത്, ഏത് വർഷമാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഊമ പരാതി ലഭിച്ചത് എന്നാണ് അങ്ങ് പറഞ്ഞത്? ഏത് വർഷമാണ്? കഴിഞ്ഞ വർഷം. അങ്ങനെയാണ് എൻ്റെ അറിവ്. കേൾക്കാമോ? ഏത് വർഷമാണ്? അഡ്വക്കേറ്റ് ലാൽകുമാറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ വർഷമൊന്നും പറഞ്ഞില്ല. വാർത്തകളിൽ വരുന്നത് 2024 ഒക്ടോബറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഇങ്ങനെ ഒരു അപേക്ഷ അയച്ചു കിട്ടുകയും അത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പോലീസിനെ നിയോഗിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതല്ല. ഓക്കെ, 2024 തന്നെ ആ വാദം തെറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് നടത്തുകയും ഒരുപാട് പരാതിക്കാരുടെ വക്കാലത്ത് സ്വീകരിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ പരാമർശം തെറ്റാണ്. ഇനി തെറ്റല്ലെങ്കിൽ, അത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംവിധാനവും അമ്പേ പരാജയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം 2014 ഒക്ടോബറിന് ശേഷം നവംബറിലും ഡിസംബറിലും വിവിധ പരിപാടികൾ നടക്കുകയും അതിലെല്ലാം LDF MLA മാർ പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. 2024 അവസാനമാണ് എന്റെ നാട്ടിൽ പൂഞ്ഞാറിൽ LDF MLA ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇവരുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇത് അടിപൊളി പരിപാടിയാണ് എന്ന് പ്രസംഗിച്ചു നോക്കൂ. വസന്ത്, ഈ സ്കീം തുടങ്ങിയത് എന്നല്ല പറഞ്ഞത്. ഈ പരാതി, ഇപ്പോഴത്തെ പരാതി ഉത്ഭവിച്ചത് ഔപചാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പരിപാടി നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, പരിപാടിയിൽ ആളുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പോയിട്ടുണ്ടായിരിക്കാം. പരാതി തുടങ്ങിയത് എവിടെ എന്നാണ് 2024 ഒക്ടോബറിൽ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ശേഖരിച്ച വസ്തുത വിരുദ്ധമാണ്. അല്ല, നേരത്തെ തന്നെ പരാതികൾ ഉണ്ട്, അത് ഇന്നടുത്തൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അത് പറയൂ. എന്ന് പദ്ധതി തുടങ്ങി എന്നല്ല നമുക്ക് വേണ്ടത് ഈ ഘട്ടത്തിൽ. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലാവാത്തതാണ്. അതായത് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സോഴ്സ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി, മുഖ്യമന്ത്രിയുടെ CM ഓഫീസിൽ പരാതി എത്തിയതിനു ശേഷം വിവിധ സ്ഥലങ്ങളിൽ LDF MLA മാർ, UDF MLA മാരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, വിവിധ സ്ഥലങ്ങളിൽ LDF MLA മാരടക്കം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം അമ്പേ പരാജയമാണ്. കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾക്കെതിരെ പരാതി എത്തി, അതിന്മേൽ അന്വേഷണം രഹസ്യാത്മകമായിട്ടാണെങ്കിലും തുടങ്ങിയെങ്കിൽ അതിൽ പിന്നീട് LDF MLA മാർ പങ്കെടുക്കുന്ന കാണുമ്പോൾ ഒരു വാർണിംഗ് കൊടുക്കാൻ ആ ഇന്റലിജൻസ് സംവിധാനത്തിന് സാധിച്ചില്ലെങ്കിൽ അത് പരാജയമാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. 24 ഒക്ടോബറിന് ശേഷം ഇത്തരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയാണോ? തീർച്ചയായും. തുടരൂ. സോഴ്സ് ശരിയാണെങ്കിൽ അതിനുശേഷം പങ്കെടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സോഴ്സ് ശരിയാണെങ്കിൽ. പക്ഷെ എന്റെ സോഴ്സ് അതല്ല. അത് പറയൂ, അതാണ് ഞാൻ ചോദിക്കുന്നത്. 2019 അനന്തുവിനെതിരെ പരാതി വന്നിട്ടുണ്ട്. 2019 അനന്തുവിനെതിരെ പരാതി വന്നതിന് ശേഷമാണ്, നോക്കൂ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷൻ പരിപാടിയിലല്ല, അദ്ദേഹം ഒരു വളരെ ബിസിനസ് മീറ്റിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും അത് ആരാണെങ്കിലും സ്വാഭാവികമായ ഒരു പ്രോട്ടോകോൾ ചെക്കപ്പ് പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിനുണ്ടാവും. ആ പ്രോട്ടോകോൾ ചെക്കപ്പിൽ പോലീസ് വെരിഫിക്കേഷൻ സ്വാഭാവികമായി ഉണ്ടാവും. ഈ ഗസ്റ്റ് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിയറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ PMO ഓഫീസിന് തന്നെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്, SPGക്കുള്ളിൽ തന്നെ ഒരു വിജിലൻസ് സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ എല്ലാം അതിലംഘിച്ചുകൊണ്ട് അനന്തു അവിടെ കയറി പ്രധാനമന്ത്രിയെ ചേർത്ത് പിടിച്ച് പൊന്നാട അടിയിക്കുന്ന സമയത്ത് ഇയാൾ ഒരു തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി വന്നിട്ടുണ്ട്. ആ പരാതികൾ പിന്നീട് പണം കൊടുത്ത് അയാൾ സെറ്റിൽ ചെയ്ത് കാണും. പക്ഷേ അപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ SPGക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ PMO ഓഫീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ CM ഓഫീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയത് എങ്ങനെയാണ്? രണ്ടിടത്തും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് MLA മാർ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ കണ്ടുപിടിക്കണം, അതിൽ ജാഗ്രത പാലിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി അങ്ങടങ്ങുന്ന മാധ്യമപ്രവർത്തകരുടെ വിഭാഗമാണല്ലോ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. ആ പ്രസ് ക്ലബിന്റെ കൂടി നേതൃത്വത്തിലാണല്ലോ ആതിഥേയത്വമരുളി ഈ പരിപാടിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഹോൾഡേഴ്സായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മാറിയില്ലേ? പോലീസ് അസോസിയേഷൻ ആയിരുന്നില്ലേ ചില സ്ഥലങ്ങളിൽ ഈ പരിപാടിയുടെ ഒരു എന്താ പറയുക യാകാശ്വത്തെ അഴിച്ചുവിടുമ്പോൾ മുമ്പിൽ യാത്ര ചെയ്തത് അല്ലേ? ഈ പരിപാടിയുടെ വിവിധ ഘടകങ്ങളിൽ പോലീസ് അസോസിയേഷൻ ഇതിന്റെ ഫ്ലാഗ്ഷിപ്പ് ഹോൾഡേഴ്സ് ആയില്ലേ? അപ്പോ നാടൊട്ടുക്കും മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ അനന്തു പങ്കെടുത്തത് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ 2019 എന്തോ പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ആ ഇയർ ഒന്ന് ചോദിച്ചത്. 2024 ഒക്ടോബർ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ കേട്ടതിന്റെ ആയിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ തൊട്ടടുത്തിരുന്ന് അദ്ദേഹത്തിന് കറി വിളമ്പിക്കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചിത്രത്തിലേക്ക് അനന്തുവിനെ കയറിപ്പറ്റാൻ സാധിച്ചെങ്കിൽ അത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനവും വിജിലൻസ് സംവിധാനവും പരാജയമാണ് എന്നതിന്റെ കുഴപ്പമല്ലേ? അപ്പോ എവിടെയെങ്കിലും പരിപാടിക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ അനന്തുവിനെ പോലെ ഒരാൾ ക്ഷണിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വരുന്ന പടം കണ്ടുകൊണ്ടായിരിക്കും MLA മാർ പോകുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പടം കണ്ടിട്ടായിരിക്കും MLA മാർ പോകുന്നത്. നോക്കൂ, ഇത് NGO കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കുന്നു. അതിൽ 175ഓളം NGOകളുണ്ട്. ആ NGOകളുടെ NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നത് തന്നെ തട്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെ തട്ടിപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ NGO കോൺഫെഡറേഷൻ ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആരെയാണ്? ഈ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി R ബിന്ദുവിനെയാണ്.
ആർ ബിന്ദു നേരിട്ട് ചെന്ന് അവിടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ അനന്തുവിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി ഇപ്പം കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ അന്വേഷണാത്മകമായി വെളിയിൽ വിടുന്നുണ്ടല്ലോ. അനന്തു 18ാമത്തെ വയസ്സിൽ നടത്തിയിരുന്ന കാര്യങ്ങൾ, 17ൽ നടത്തിയ കാര്യങ്ങൾ. അപ്പോ നമ്മുടെ റിപ്പോർട്ടർ, കൈരളിയുടെ നമ്മുടെ റിപ്പോർട്ടർ, ഞാൻ എത്രയോ കാലമായി കൈരളിയിൽ ചർച്ച ചെയ്തിരിക്കുന്ന ആളാണ്. കോൺഗ്രസ് എന്നതിനപ്പുറത്ത് നമ്മുടെ റിപ്പോർട്ടർ എന്ന് എനിക്ക് കൈരളിയെ പറ്റി പറയാൻ പറ്റും. നമ്മുടെ റിപ്പോർട്ടർ കണ്ടുപിടിച്ച, ഒരാഴ്ച കൊണ്ട് കണ്ടുപിടിച്ച വിവരങ്ങൾ പോലും മന്ത്രി ആർ ബിന്ദു ഒരു ഉദ്ഘാടനത്തിലേക്ക് എത്തുമ്പോൾ അത് എന്ത് പരിപാടിയാണ്, അതിന്റെ പിന്നിൽ ആരൊക്കെയാണ്, അവരുടെ ബാക്ക് ഹിസ്റ്ററി എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ എന്തുകൊണ്ടാണ് പോലീസിന് സാധിക്കാതെ പോയത് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഈ ആറേലും അടുത്തേക്ക് ചെല്ലുമ്പോ ഇപ്പോ ഒരു സ്വാഭാവികമായും ലാൽകുമാർ ഒരു MLA ആണെന്നിരിക്കട്ടെ, ലാൽകുമാർ UDF MLA, BJP MLA, CPM MLA ആയിക്കോട്ടെ, ലാൽകുമാറിനെ സമീപിക്കുമ്പോൾ അനന്തു എന്താ പറയുന്നത്? ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആർ ബിന്ദുവാണ്, അവരാണ് നമുക്ക് വേണ്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇതിന്റെ തുടക്കം തറക്കല്ലിട്ട് തന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോകലിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും CPM-ഓ കോൺഗ്രസോ BJP-യോ ആയ അഡ്വക്കേറ്റ് ലാൽകുമാർ MLA, അദ്ദേഹം അങ്ങനെ ആവട്ടെ ഭാവി, അഡ്വക്കേറ്റ് ലാൽകുമാർ MLA സ്വാഭാവികമായ പരിപാടിയിൽ പോയി പങ്കെടുക്കും. അയാളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇനി വ്യക്തമാണ്. വരാം പ്രകാശം മാഷേ, ഇക്കാര്യത്തിൽ ഒന്ന് പറയണം. ഞങ്ങളിവിടെ ചർച്ച ആരംഭിച്ചത് ഇങ്ങനെ ഒരു പ്രശ്നം പൊന്തി വന്നിരിക്കുന്നു. ആ പ്രശ്നം പൊന്തി വന്നതിന് ശേഷം അതിൽ പല തലത്തിലുള്ള ആളുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. നിരപരാധികളായി, നിഷ്കളങ്കരായി അതിൻ്റെ കൂടെ ഒരു സംരംഭമല്ലേ എന്ന നിലയ്ക്ക് നിന്നവരുണ്ട്. ലാൽ പറഞ്ഞതുപോലെ അതുമുതൽ ഉപജാപകർ വരെ ആയ ആളുകളുണ്ട്. ഇവരെ വേർതിരിച്ച് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങി വെച്ചത്. ഒപ്പം തന്നെ കുറ്റാരോപിതനായ ആൾ പോലീസിന് കൊടുത്ത മൊഴി എന്ന നിലയ്ക്ക് പുറത്തു വരുന്ന കാര്യങ്ങളാണ് വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾക്കും ഈ ധാരണയ്ക്കും ഇടയിൽ നിന്ന് കേരളം ധരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന ചോദ്യത്തോടു കൂടിയാണ് ചർച്ച ആരംഭിച്ചത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് ഇവിടെ പറഞ്ഞത് താങ്കൾ കേട്ടിരിക്കും. 2019 മുതൽ തന്നെ ആരോപണ വിധേയനും കേസിൽപ്പെട്ട ആളുമാണ് ഈ അനന്തു. അത് അങ്ങനെ ആയിരിക്കെ മന്ത്രിമാർ, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി ഒക്കെ ഇത്തരത്തിൽ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയം മൂലം അനന്തുവിന് ഖ്യാതി വർദ്ധിക്കുന്ന വിധം നിന്നുകൊടുത്തത് അനന്തുവിന് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ കാരണമായിട്ടുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പോലീസ് ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടോ? സംസ്ഥാന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഇവിടെ പേര് പരാമർശിച്ച മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇത്തരത്തിൽ ഒരു പരാജയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ അനന്തുവിൻ്റെ അടുത്ത് നിൽക്കാൻ ഇടയായത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ അടുത്തു നിന്ന് ഫോട്ടോ എടുക്കാൻ സൗകര്യപ്പെടും വിധം അങ്ങനെ ആയിപ്പോയത് ഈ തരത്തിലുള്ള ഒരു പരാജയത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇന്ന് ഈ രാത്രി വെളിപ്പെടുത്തലുകളുടെയോ പുറത്തു വന്ന വാർത്തകളുടെയോ ഈ രാത്രി ചർച്ച ചെയ്യേണ്ടത് എന്ത് കാര്യമാണ്? ആദ്യം ബസന്തിന് മറുപടി, താങ്കൾക്ക് ഈ ചർച്ച തുടങ്ങി വയ്ക്കാനുള്ള ആമുഖവാക്യങ്ങൾ. പ്രകാശം മാഷ്. ഇതിൽ ആയിരക്കണക്കിന് ആളുകളുടെ ചെറിയ വിലക്ക് സാധനങ്ങൾ കിട്ടുമെന്നുള്ള അവരുടെ ഒരു താല്പര്യത്തെ ഉപയോഗപ്പെടുത്തി ഏതാണ്ട് 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള ഒരു കേസാണ് ഈ വന്നിരിക്കുന്ന കാര്യം എന്നുള്ളത് ഏറെക്കുറെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഈ കേസിനകത്ത് ആരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ, ആരാണ് ഇത് ആസൂത്രണം ചെയ്തത്, ഇത് നടപ്പാക്കുന്നതിന് ആർക്കെല്ലാമാണ് പങ്കാളിത്തം, ഇതാണല്ലോ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടത്. അതിന് വിശ്വാസ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആരെല്ലാം ഉപയോഗിച്ചു, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാൽ ഈ സംഭവത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു സംഗതി എന്താ? ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ചർച്ചകളിൽ വ്യക്തമായൊരു കാര്യം, ഇതിൻ്റെ ആസൂത്രകരിലും അതുപോലെ ഗുണഭോക്താക്കളിലും ഈ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെന്റും ഇപ്പോൾ ആരോപിക്കപ്പെട്ടതുപോലെ ഇനിയിപ്പോൾ അത് അങ്ങനെയെല്ലാം തെളിയിക്കപ്പെടുന്നവരെ ആരോപണം നിൽക്കുകയാണല്ലോ. മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ള ആളുകൾക്കും ഇതിൻ്റെ ഗുണഭോക്താവായി, ആസൂത്രകരായി, നടത്തിപ്പുകാരായി പങ്കുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ മറ്റാളുകളെ സംബന്ധിച്ച് അവർ പിന്നെ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നു, വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി MLA, MPA, മന്ത്രിയെ അവർ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ തട്ടിപ്പിൻ്റെ ആസൂത്രണം, അതിന് നടത്തിപ്പ്, അതിന് ഗുണഭോക്താവ്, അതിൽ ആരാണ് പേര് വന്നിരിക്കുന്നത് എന്നുള്ളതാണല്ലോ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം ഈ പറയുന്ന പൊതുപരിപാടി പങ്കെടുത്ത ആളുകളെല്ലാം കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കാര്യം എന്താ? ഈ മുഖ്യപ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. കേരളത്തിലെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിട്ടിയ ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഇന്നാവട്ടെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട 34 കേസുകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന എല്ലാ പരാതികളിലും നടപടിയെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായിട്ട് വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലക്കകത്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി MLA മാരെയോ MP മാരെയോ മന്ത്രിമാരെയോ ഉപയോഗിച്ചത് തീർച്ചയായിട്ടും അവരവരുടെ സാമർത്ഥ്യത്തിന്റെ ഭാഗത്ത് ചെയ്തതാണ്. എന്നാൽ അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് പങ്കാളിത്തം വഹിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എന്തുകൊണ്ടാണ് AN രാധാകൃഷ്ണനെ സംബന്ധിച്ച് പറയാനിടയാവുന്നത്. ഇവിടെ സംയുക്തമായിട്ട് ഈ ഇരുചക്ര വാഹനം വിതരണം ചെയ്തതിൽ ഈ പറയുന്ന NGO കോൺഫെഡറേഷനും അതുപോലെ തന്നെ AN രാധാകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സൈൻ ഈ സംഘടന സംയുക്തമായിട്ട് ഈ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്നുള്ളത് പറയാൻ അവർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ BJPയുടെ നേതാവ് സ്ഥിര സന്ദർശകനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിൽ മറുപടി പറയേണ്ട കാര്യമല്ലേ. അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണൻ ഇപ്പോൾ BJPയുടെ നേതാവായിട്ടുള്ള നേരത്തെ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രമീള ദേവിയുടെ PA ആയിരുന്നു. പ്രമീള ദേവി മുഖേനയാണ് ഈ പറയുന്ന ഒരുപാട് നേതാക്കന്മാരെ പരിചയപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഇതിനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംഘപരിവാർ ബന്ധമുള്ള സായി ഗ്രാമ സ്ഥാപകനായിട്ടുള്ള ആനന്ദകുമാറിന് 2 കോടി ഉറുപ്പിക ഞാൻ നൽകി എന്നുള്ള കാര്യം പറഞ്ഞ് മറ്റാരുമല്ല, അനന്തകൃഷ്ണനാണ്. അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ മാസം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പൊ AN രാധാകൃഷ്ണനും അനന്തകൃഷ്ണനും ആനന്ദകുമാറും ചേർന്നാണ് ഈ പരിപാടികളുടെ പല ചടങ്ങുകളും സംഘടിപ്പിച്ചത് എന്നത് BJPയെ മറുപടി പറയാൻ ബാധ്യസ്ഥമാക്കുന്നുണ്ട്. ഇപ്പോ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവരുടെ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന പിന്നെ നമ്മുടെ ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് ഇവിടെ എത്ര പിന്നെ ലക്ഷങ്ങളാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വെളിവാക്കപ്പെടല്ലോ. ഒരു അഡ്വക്കേറ്റിന്റെ അക്കൗണ്ടിലേക്ക് 47 ലക്ഷം രൂപ വരേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ലാലി വിൻസെന്റ് കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിനകത്ത് പ്രതിയാണ്. അപ്പോ ഇവർക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണല്ലോ പറയേണ്ടത്. ഇപ്പോഴാവട്ടെ മാത്യു കുഴൽനാടൻ 7 ലക്ഷം രൂപ നൽകി എന്ന് പറയുന്ന ആക്ഷേപം വന്നിരിക്കുന്നു. അപ്പോ ഈ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതിന് പകരം ഇന്നയാള് പരിപാടി പങ്കെടുത്തിട്ടുണ്ടല്ലോ, ഇന്ന് MLA ഉണ്ടായിരുന്നല്ലോ, ഇന്ന ആളുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? അതുപോലെ തന്നെ ഈ വിവരം മനസ്സിലാക്കിയ ഉടനെ ഇത്രയേറെ ജാഗ്രതയോടെ ഇടപെട്ടതല്ലേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ഇപ്പോൾ ഈ കേസുകൾ ആകെ ക്രൈംബ്രാഞ്ചിൽ വിടാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാ എന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പാർട്ടി നിലപാട് പറഞ്ഞു. ഈ തട്ടിപ്പുമായി ബന്ധമുള്ള ഒരാളും പാർട്ടിക്കകത്തുണ്ടാവില്ല. എന്തേ കോൺഗ്രസിന് പറയാനാവുന്നില്ല? എന്തേ BJPക്ക് പറയാനാവുന്നില്ല? അപ്പോ ഇത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങൾ. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ആകെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് 1000 കോടിയിലേറെ രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ, അതിന്റെ സംഘാടകന്മാർ, അതിന് ഗുണഭോക്താക്കൾ, അവരുടെ പേരുകളിൽ BJPക്കാരുടെ നേതാക്കളുടെ പേര് വന്നിരിക്കുന്നു, കോൺഗ്രസിന്റെ MLA അടക്കമുള്ള ആളുകളുടെ പേര് വന്നിരിക്കുന്നു. അവർ സഹകരിപ്പിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഈ കുറ്റത്തിനകത്താകെ പങ്കാളികളാണ് എന്ന് പറയാൻ വേണ്ടി കഴിയുന്നവരല്ല. അവർ ഈ പറയുന്ന പരിപാടിക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട് ജനങ്ങളെ പോലെ തന്നെ അവർ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അപ്പോ ഇത് രണ്ടിനെയും ഒരുപോലെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ നേതാക്കന്മാരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. ഞാൻ താങ്കളിലേക്ക് വരികയാണ്. പ്രകാശ് മാഷെ, വാദം പൂർണ്ണമായി. അഡ്വക്കേറ്റ് വസന്ത്, താങ്കൾ വിരൽ കൈപൊക്കിയത് ഞാൻ കണ്ടു. താങ്കളിലേക്ക് വരികയാണ്. മാഷെ, മാഷ് കേൾക്കാനില്ലേ? മാഷെ വരുന്നു. കൃത്യമാണ്. ആ വാദം വ്യക്തമായി. അഡ്വക്കേറ്റ് വസന്ത്, പ്രകാശൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾക്ക്, ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി, ഒപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു
ഇതിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത നേതാക്കൾ ഫോട്ടോ സെഷന് ഇടവരുത്തിയ സാഹചര്യം അതൊക്കെ പ്രതിസ്ഥാനത്താണ്, ആയിരിക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ആസൂത്രകരിൽ ഒരാൾ എന്ന് ധരിക്കാൻ ഇടയുള്ള പദവിയിൽ ഇരിക്കുന്ന ലാലി വിൻസെൻറ്റിനെ കുറിച്ച് എന്ത് പറയുന്നു? അവർ നേടി എന്ന് നമ്മളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്ന 46 ലക്ഷത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ആസൂത്രകരെ മാറ്റി നിർത്തി അടുത്ത് നിന്നവരെയും സാഹചര്യത്താൽ സംശയിക്കപ്പെടുന്നവരെയുമാണോ ആദ്യം ഒരു അഭിഭാഷകൻ കൂടിയായ താങ്കൾ പ്രതിപട്ടികയിൽ വെക്കേണ്ടത്? അഡ്വക്കേറ്റ് വസന്ത്, താങ്കളുടെ മറുപടി. പ്രിയപ്പെട്ട MP, ഒരു കാര്യമുണ്ട്. ഒന്ന്, ലാലി വിൻസെന്റ് ഇതിന്റെ ലീഗൽ അഡ്വൈസറാണ്. ലീഗൽ പ്രൊഫഷനെ സംബന്ധിച്ച് അതിന്റെ ഫീസ് നിശ്ചയിക്കുന്നത് ആ പ്രൊഫഷൻ ആരാണോ റൺ ചെയ്യുന്ന അയാളാണ്. എനിക്ക് ചിലപ്പോൾ 100 രൂപയ്ക്ക് ഹാജരാവായിരിക്കും, എനിക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഹാജരാവാം. അത് ഞാനാണ് തീരുമാനിക്കുന്നത്. അത് എന്റെ ക്ലയന്റ് അതിന് ഓക്കെ ആണെങ്കിൽ കൈ കൊടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത്ര രൂപയൊക്കെ ഒരു അഡ്വക്കേറ്റിനുണ്ടോ എന്ന് പ്രിയപ്പെട്ട പ്രകാശൻ മാസ്റ്റർ ചോദിച്ചല്ലോ. പ്രകാശൻ മാസ്റ്ററെ, ഷുഹൈബിന്റെ കേസിലും ശരത് ലാലിന്റെ കേസിലും ഒക്കെ മുംബൈയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒക്കെ CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന അഡ്വക്കേറ്റ്സിന് എത്രയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുത്തത്? അപ്പോൾ അഡ്വക്കേറ്റ്സിന്റെ ഫീസൊക്കെ പ്രകാശൻ മാസ്റ്ററിനും CPM-നും ഒന്നും അറിയത്തില്ലാത്തതല്ല, അവർ അജ്ഞത പാലിക്കുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, മാത്യു കുഴലാണ്. അല്ല, അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് പോണം. ഒരു ഇപ്പോ നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് വരികയും ഒരു ജനോപകാരപ്രദ പരിപാടി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സംഘടന മുദ്ര അത് ഏറ്റെടുക്കുകയും കുറെ പേരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തു. അദ്ദേഹം അവർ കബളിപ്പിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നു, ഞാനത് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് പോലും നമുക്ക് ആ തരത്തിൽ വിശദീകരണക്ഷമമാണ്. പക്ഷേ നജീബ് കാന്തപുരം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം ഇത്തരം ഒരു സാഹചര്യത്തിൽ. പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പടം, മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള പടം, മന്ത്രിമാരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വാദിക്കാം. പക്ഷേ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ, തൻ്റെ മണ്ഡലത്തിൽ ഒരു ജനോപകാരപ്രദ പരിപാടി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുമ്പോൾ ജനപ്രതിനിധികൾ കാണിക്കുന്ന ജാഗ്രതയേക്കാൾ താഴെയാണോ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിയമ ഉപദേഷ്ടാവായി ആവുകയും അതിന് പ്രതിഫലം പറ്റുകയും ചെയ്യുന്ന ഒരു അഭിഭാഷകയുടെ സാമൂഹ്യ ഉത്തരവാദിത്വം? അതുകൂടി പറഞ്ഞിട്ട് ലാലി വിൻസെന്റിന്റെ ആ കാര്യം കൂടി വിശദീകരിച്ചിട്ട്, തുക ശരിയായിരിക്കാം, ലീഗൽ അഡ്വൈസറായിട്ട് ഇന്ന് ശരിയായിരിക്കാം, അവരുടെ ധാർമ്മിക ബാധ്യത ഇത് ശരിയായ പദ്ധതിയാണോ എന്ന് നിരീക്ഷിക്കാൻ 2019 മുതൽ കേസിൽപ്പെട്ട ആളാണെന്നാണല്ലോ താങ്കൾ പറയുന്നത്. അതിനുള്ള ബാധ്യത ലാലി വിൻസെന്റിനില്ല. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്, അത് മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, അത് മന്ത്രി ബിന്ദുവിനുണ്ട്, അത് ഇത്രയും പേർക്കൊക്കെ ഉണ്ട്. പക്ഷേ ലാലി വിൻസെന്റിനില്ല എന്നൊരു വാദമാണോ വക്കീലെ താങ്കൾ മുന്നോട്ട് വെക്കുന്നത്? പ്രിയപ്പെട്ട MP, അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അങ്ങനെ തന്നെ ചിന്തിച്ചു നോക്കൂ. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവരെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണലായി ഒരു പൊസിഷനിൽ നിൽക്കുകയും അവരുടെ എല്ലാം കയ്യിൽ ഭരണഘടനാപരമായ സംവിധാനങ്ങൾ ഉള്ളവരുമാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ബിന്ദുവിനോ അല്ല. ഞാൻ ആരോപണ നിഴലിലേക്ക് കൊണ്ടുവന്നത് ഇവിടത്തെ തകർന്നടിഞ്ഞ ഇന്റലിജൻസ് സംവിധാനത്തെയാണ്. ലാലി വിൻസെന്റിന്റെ ധാർമ്മിക ബാധ്യത അത്ര കണ്ട് കുറവാണ്. ലാലി വിൻസെന്റ് അങ്ങനല്ല. പോലീസില്ല, ഇന്റലിജൻസ് സംവിധാനമില്ല. അവര് പാർട്ടിയുടെ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ. ഞാനും നാളെ ഒരു കേസ് എടുക്കുന്നു, ഞാനും ഒരു പാർട്ടി പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ. ഒരു ജനനേതാവിന്റെ ഉത്തരവാദിത്വം, സാമൂഹ്യ ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ജനപ്രതിനിധിയേക്കാൾ കുറവാണ്. അതാണോ വാദം? അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആക്കി പോണം. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് പ്രിയപ്പെട്ട MP. അതിൽ പക്ഷെ ഒരു പ്രശ്നം, ലാലി വിൻസെന്റിനെ ന്യായീകരിക്കേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല. ഞാൻ കോൺഗ്രസ് വക്താവായിട്ടാണ് ഈ ചർച്ചയിലുള്ളത്. പക്ഷേ ഇനി പറയുന്ന ഒരു 10 സെക്കൻഡ് ലാലി വിൻസെന്റിന്റെ സൈഡാണ്. അവർ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും അനന്തു ഈ തട്ടിപ്പിന്റെ ഭാഗമായില്ല, ഇതൊരു തട്ടിപ്പല്ല. ആനന്ദകുമാർ അനന്തുവിനെ ചതിക്കുകയും അവരുടെ സായിഗ്രാം ട്രസ്റ്റ് ഈ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തപ്പോൾ അനന്തു ഈ സായിഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് പുറത്തു പോയതോടുകൂടി ഫണ്ടുകൾ വരാതാവുകയും പദ്ധതി നിലയ്ക്കുകയും ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് അവരുടെ വ്യക്തിപരമായ വിശ്വാസമാണ്. അത് പുറത്തു പറയാൻ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അവർക്ക് ഇതുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് അത് ക്ലിയർ ആക്കി പോകേണ്ടതല്ലേ? അവർ അപ്പോൾ കൊടുത്ത നിയമോപദേശം എൻ്റെ പ്രധാനപ്പെട്ട ഇക്കാര്യത്തിലുള്ള ഈ സംരംഭത്തിലുള്ള എൻ്റെ ബന്ധു, ആ സംഘടന സായിഗ്രാം,
അവർ പിന്മാറിയിരിക്കുന്നു. ഞാനിപ്പോൾ ഫണ്ട് വരാത്തത് കൊണ്ട് ഈ ബാധ്യതകൾ, ഞാൻ ഏറ്റെടുത്ത സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാൻ അശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് വരാനായിരുന്നോ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് അദ്ദേഹത്തെ ഉപദേശിച്ചത്? അതെന്തുകൊണ്ട് നടന്നില്ല? പകരം പരാതി വരികയും അദ്ദേഹം പോലീസിന്റെ പിടിയിലാവുകയും അദ്ദേഹം കോടതി കയറുകയും ചെയ്യേണ്ട സ്ഥിതിയിൽ വരുമ്പോൾ അവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു കോൺഗ്രസ് വക്താവിന് ഇങ്ങനെ ഒരു വാദം അവതരിപ്പിക്കേണ്ട നിസ്സഹായതയിലേക്ക് തള്ളിവിട്ടില്ലേ ലാലി വിൻസെന്റിന്റെ ആ നിലപാട്? ആ ഘട്ടത്തിൽ പറഞ്ഞു പോകണ്ടേ? കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ? ഞങ്ങൾ പറയുന്നത് അവർ പ്രാക്ടീസ് ചെയ്ത അവരുടെ ലോ പ്രൊഫഷനാണ്. ആ ലോ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനടക്കം പ്രിയപ്പെട്ട നമ്മുടെ ലാൽകുമാർ അടക്കമുള്ള അഭിഭാഷകർ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ധാർമ്മികത, ആ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഈ നോബിൾ പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക. അതിൽ അധാർമികമായി അവരെന്തെങ്കിലും ചെയ്തതായി നിലവിൽ തെളിവില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരെ ബാർ കൗൺസിൽ എന്ത് ചെയ്യും? ബാൻ ചെയ്യും. മാത്രമല്ല അവർക്കെതിരെ അത് തെളിയിക്കപ്പെടുന്ന പക്ഷം അവർക്കെതിരെ പാർട്ടി നടപടികളും ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട. ഇനി ഞങ്ങളുടെ വിഷയം മാത്യു കുഴൽനാടനെതിരെ ആരോപണം. അത് വരാം. പക്ഷേ ഞാനത് അടുത്ത ഈ ചർച്ചയുടെ അടുത്ത പങ്കാളികൾക്ക് വിടുന്നു. നമ്മൾ 5 പേരുമല്ലാത്തൊരു പങ്കാളികൾ ഇതിനു മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ. ലാലി വിൻസെന്റ് ഇദ്ദേഹം അനന്തു ചതിക്കപ്പെട്ടിരിക്കുന്നു, അനന്തു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു എന്ന് അറിയുകയും അക്കാര്യത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുകയുമാണ് ചെയ്തത്. അതിൽ വക്കീൽ എന്ന നിലയ്ക്ക് തൊഴിൽപരമായ അനൗചിത്യമുണ്ടെങ്കിൽ ബാർ കമ്മീഷൻ പോലുള്ള വേദികൾ ഇടപെടും എന്നതാണ് കോൺഗ്രസ് വക്താവിൻ്റെ നിലപാട്. അത് ഞാൻ ജനവിധിക്ക് വിടുന്നു. താങ്കൾക്ക് തുടരാം. തീർച്ചയായും അത് എന്നെയും അങ്ങയെയും ഒക്കെ വിലയിരുത്തുന്ന ജനം തന്നെയാണ്. തീർച്ചയായും അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ വിധികർത്താവല്ല. ഒരാൾക്ക് പ്രൊഫഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. പറ്റില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഞാനും ഒരു പ്രൊഫഷൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിരപരാധിയാണ്. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും മുതിർന്ന 5 ജേർണലിസ്റ്റുകളിൽ ഒരാളാണ്, സീനിയറായ ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ പ്രൊഫഷൻ എക്സസൈസ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കണം, അവർക്കും അത് സാധിക്കണം. ഇനി അതവർ ഇല്ലീഗൽ ആയിട്ടോ ഇമ്മോറൽ ആയിട്ടോ ആണ് ചെയ്തതെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. നിലപാട് തന്നെയാണ് നമുക്ക്. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഈ ആരോപണം വന്ന് രാവിലെ തന്നെ വളരെ കൃത്യമായ റിപ്പോർട്ടർ ചാനലിനോടും അവിടുത്തെ സീനിയർ ചീഫ് എഡിറ്ററിനോടും കൃത്യമായി ചോദിച്ചല്ലോ, ഈ ആരോപണത്തിന്റെ സോഴ്സ് എന്താണ്? അപ്പൊ ആ സോഴ്സ് പറയാനില്ല. ഇനി റെക്കോർഡിക്കലി അനന്തു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ചോർന്നു കിട്ടിയതാണോ? അല്ല. അനന്തു അങ്ങനെ ഒരു ഇൻഫർമേഷൻ അങ്ങേക്കുണ്ടോ? പോലീസിന് മുമ്പാകെ അനന്തു മാത്യു കുഴൽനാടന് പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇന്ന് അനന്തുവിന്റെ മുമ്പേ കൈരളി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പണം കൊടുത്തിട്ടില്ല എന്ന് അനന്തു തന്നെ പറയുന്നു. ഇനി ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. മാധ്യമങ്ങൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു അബദ്ധജടിലമായ ഒരു ബേസ് ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാൻ സാധിക്കുന്ന വണ്ണത്തിൽ പോലീസിന് ഇങ്ങനെ ഒരു മൊഴി കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ? അത് കൃത്യമാണ്. ഇപ്പൊ ആ 2 പ്രശ്നത്തിനും താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കൃത്യമാണത്. അത് വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5ാമത്തെ വിധികർത്താക്കൾക്ക് മുമ്പിലേക്ക് അതും വെക്കുകയാണ്. പോലീസിനോട് പ്രതികൾ ഏറ്റുപറഞ്ഞു എന്ന് പ്രചരിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അത് ശരിയാണോ തെറ്റാണോ എന്ന വിലപ്പെട്ട അഭിപ്രായം അഭിഭാഷകനായ കോൺഗ്രസിൻ്റെ വക്താവ് വസന്ത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന് ജനങ്ങൾ തന്നെ ചിന്തിക്കട്ടെ. പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ്, അന്വേഷണ ഏജൻസികളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ ഈ നാട്ടിൽ വേതാള കേളിയായി ആടിയിരിക്കുന്നു. അതിന് മുഴുവൻ ഈ പ്രസ്താവന ബാധകമാണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ജനങ്ങൾക്ക് വിടുന്നു. ലാൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ചർച്ചയുടെ ഈ ഘട്ടത്തിൽ ഇടപെട്ട് എന്തു പറയാനുണ്ട്? താങ്കൾ പറഞ്ഞതുപോലെ നിഷ്കളങ്കരായ ഇരകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുക, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് സ്വാർത്ഥ ലക്ഷ്യങ്ങളില്ലാതെ ഇതിൽ പെട്ടുപോയവരെ മാറ്റി നിർത്തുക, ഇതിൽ പറ്റിക്കപ്പെട്ടവരെ സഹായിക്കുക, പകരം ഇതിൻ്റെ ഉപജാപകരെ കണ്ടെത്തുകയും ഫിൽട്ടർ ചെയ്തെടുത്ത് ശിക്ഷിക്കുകയും ചെയ്യുക, മാതൃകാപരമായി ശിക്ഷിക്കുക എന്നതാണ് ഈ രാത്രിയിൽ ചർച്ച ചെയ്യുന്നവരുടെ കടമ എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയൊക്കെ തന്നെയാണോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്? ലാൽകുമാറിൻ്റെ നിരീക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ.
അല്ല നോക്കൂ, ഞാൻ എൻ്റെ ആദ്യത്തെ സ്ട്രെച്ചിൽ ഞാൻ ഉപയോഗിച്ചത് ഒരു വളരെ ഇമ്പാർഷ്യലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ആ ഇമ്പാർഷ്യലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ളവരെ ഇതിനകത്തേക്ക് ചുമ്മാതെ ഒരു എവിഡൻസ് ഇല്ലാതെ വലിച്ചിടാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞു. കാര്യം അത് കോൺസ്പിറസിയുടെ ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ടും ഇടേണ്ട ആവശ്യവും നമുക്കുണ്ട്, അത് പോലീസ് ഇട്ടോളും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ ലാലി വിൻസെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു. ലാലി വിൻസെൻറ്റ് എന്ന് പറയുന്ന വ്യക്തി ലോയറാണ്, ഞാനൊരു ലോയർ, ഞാൻ പ്രാക്ടീസിങ് ലോയറാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി ബസന്ത് പ്രാക്ടീസിങ് ലോയറാണ്. അതെ, നമ്മൾ സാധാരണഗതിയിൽ ലീഗൽ പ്രൊഫഷണൽ മറ്റൊരാളുടെ ഫീസ് അവർ മേടിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പൊതുവേ നമ്മളെ ബോധർ ചെയ്യുന്നൊരു വിഷയമേ അല്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി ഞാൻ കാണുന്ന ഒരു പ്രശ്നം, അത് ഞാൻ അതിനകത്ത് ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു അനൗചിത്യം ഉണ്ടെങ്കിൽ പോലും പറയേണ്ട ഒരു കാര്യം, ലാലി വിൻസെൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട പ്രൈമറി ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതാണ്. ലാൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പം, സമൂഹം ചിന്തിക്കുമ്പം, ലാൽകുമാർ എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനാണോ? ഞാനൊരു അഭിഭാഷകനും കൂടിയാണ്. അതാണ് അവിടുത്തെ വ്യത്യാസം. കാര്യം ഞാൻ സമൂഹത്തിൽ ഇടപെടുന്ന, രാഷ്ട്രീയം പറയുന്ന, ഒരു സാമൂഹികമായി നിൽക്കുന്ന ഒരാളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഭിഭാഷകനും കൂടാണ്. അപ്പം ലാലി വിൻസെൻ്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു അഭിഭാഷക മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കൂടിയാണ്. അപ്പം ലീഗൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് ലീഗൽ പ്രൊഫഷനിൽ ഒരു വക്കാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആളെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതൊരു ബാധ്യതയാണ് എന്ന് അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്നത് പോലെ ആ പൊസിഷനോട്, ബസന്തിൻ്റെ പൊസിഷനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. പക്ഷേ വിയോജിപ്പ് വരുന്നത് എവിടെയാണെന്നറിയോ? ഇപ്പം ഇവിടുത്തെ കൊലപാതക കേസിൻ കപിൽ സിബാലിനെയോ അല്ലെങ്കിൽ ഹരീഷ് സാൽവെയോ ഒക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതൊരു ക്രൈം നടന്ന ശേഷം അതിനെ രക്ഷിക്കാനായി ഒരു സീനിയറെ എൻഗേജ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒഫൻസ് നടന്നു കഴിഞ്ഞു. ആ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നാളെ രാവിലെ ഒരാൾ കൊണ്ടുവന്ന് ഒരു ക്രൈം ചെയ്യുന്നു, അയാളെ ഡിഫെൻഡ് അയാൾ എന്നെ എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ, അദ്ദേഹത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് നിയമപ്രകാരം ബാധ്യതയുണ്ട്, എനിക്കതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല, ബസന്തിന് ഒഴിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ല. ഇവിടെ അനന്തു എന്ന് പറയുന്ന ആൾ ഒരു തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി ലാലി വിൻസെന്റ് അനന്തുവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയല്ല, അനന്തുവിൻ്റെ ബിസിനസ്സുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ലാലി വിൻസെന്റ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്നു. എന്ത് ലീഗൽ ഒപ്പീനിയനാണ് കൊടുത്തത്? കാര്യം ഇങ്ങനൊരു ക്രൈമുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പം ഇദ്ദേഹം ആൾക്കാരെ പോൺസൈ സ്കീമാണെന്ന് എപ്പം ലാലി വിൻസെന്റ് അറിഞ്ഞു? അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞപ്പോൾ അവരെന്ത് കാര്യങ്ങൾ ചെയ്തു? ഒരു സാമൂഹ്യ പ്രവർത്തക ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണ്ടേ? അവരെപ്പോഴാണ് ഇതിനുമായിട്ട് കൃത്യമായ നോളജ് കിട്ടിയത്? അവർക്ക് എന്തിന് 45 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാര്യം ഒരു പ്രസക്തമായ കാര്യം, ഇപ്പൊ ഹരീഷ് സാൽവെ കൊണ്ടുവരുമ്പോൾ 1 കോടി രൂപ കൊടുക്കുന്നു, അല്ലെ 75 ലക്ഷം രൂപ കൊടുക്കുന്നു. അത് ഹരീഷ് സാൽവെയാണ്. അത് ഹരീഷ് സാൽവെ എന്ന് പറയുന്ന പേരിൽ ലോയറായിട്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ലാലി വിൻസെന്റ് കൊടുക്കാനായിട്ട് ലാലി വിൻസെന്റ് ഇതിനു മുമ്പ് എത്ര കേസ് ചെയ്തു? എത്രയാണ് അവരുടെ ലീഗൽ പാരലൻസിൽ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കേസുമായി ബന്ധപ്പെട്ട അവർക്ക് ജയിച്ച കേസ് ഏതാണ്? പ്രമാദമായ കേസ് ഏതാണ്? അവർക്ക് അത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു ലീഗൽ ലൂമിനറി ആണോ? കാര്യം ഈ പറയുന്ന തുക ചെറിയ തുകയല്ല. 10-45 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. നാളെ രാവിലെ 45 ലക്ഷം രൂപ തരുന്നില്ല. ഞാന് അവരുടെ പ്രൊഫഷൻ വെച്ച്, അതെ, അവർക്ക് കിട്ടിയ പണവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു തർക്കമില്ല. പക്ഷേ ആ പണം അവർക്ക് കിട്ടിയേക്കുന്നത് അവരുടെ പ്രവർത്തനത്തിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടാണോ, അതോ അല്ലെങ്കിൽ അവർ തന്നെ അറിയാതെ അവരിതിനകത്ത് പെട്ടുപോയതാണോ? അവരെ ഇതിനകത്ത് വലിച്ചിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ സൈലന്റ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. കാര്യം ലാലി വിൻസെന്റിന്റെ പ്രശ്നം, ലാലി വിൻസെന്റ് ഒരു ലോയർ മാത്രമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടാണ്. അവർ ആ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. ആ സസ്യത്തിന് പുറത്ത് നിന്നിട്ട് ഈ പറയുന്ന ഒരു ക്രൈം ചെയ്ത് കഴിയുമ്പം ഡൽഹിയിൽ നിന്ന് ഒരു അഭിഭാഷകനെ വിളിച്ച്, അല്ലെങ്കിൽ മറ്റൊരിടത്തു നിന്നൊരു അഭിഭാഷകനെ വിളിച്ച് എൻഗേജ് ചെയ്ത് ഈ പറയുന്ന അനന്തുവിന് വേണ്ടി ഹാജരാകുന്നു എന്ന് പറയുന്നതും, ഈ പറയുന്ന കമ്പനിയുടെ ഭാഗമാകുകയും അതിനകത്ത് ലീഗൽ അഡ്വൈസറായി നിൽക്കുകയും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിനകത്തും ഏത് തരത്തിലുള്ള റോൾ ഇവർക്ക് വന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. ഞാൻ അവർ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. അങ്ങനെ ഒരു ആരോപണമേ ഇല്ല. താങ്കൾ ആദ്യം ആസൂത്രകരെ അരിച്ചു വേർതിരിച്ചെടുത്ത് ശിക്ഷിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ആസൂത്രകരുടെ പട്ടികയിൽ താങ്കൾ ലാലി വിൽസണിനെ പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ്. അതിനുള്ള തെളിവുകൾ നമുക്ക് ഇല്ല സർ. അതുകൊണ്ട് തന്നെ അത് പെടുത്തേണ്ടതില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ് താങ്കളുടെ അഭിപ്രായം. ഇല്ല,
ഉറപ്പായിട്ടും നമുക്ക് ഒരാളെ ചുമ്മാതെ പ്രിജുഡൈസ് ചെയ്യാൻ പാടില്ല. അതെ, കാര്യം അവർ ഒരു പൊതുപ്രവർത്തകയായിരുന്നു. തീർച്ചയായും അവർ ഈ സമൂഹത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിന് വേണ്ടി നമ്മൾ ചുമ്മാ ചാടിക്കയറി ഇന്നതാണ് എന്ന് പറയും. പക്ഷേ അവർക്ക് പണം ലഭിച്ചിട്ടുള്ളപ്പം അവർക്ക് അവിടെ ഒരു റോളുണ്ട്. ആ റോൾ എന്തായിരുന്നു അത് പോലീസിനോട് അവർ പറഞ്ഞാൽ മതിയാവും. കാര്യം അവരെന്ത് കാര്യങ്ങളാണ് ചെയ്തത്? ഇതുമായി ഈ പറയുന്ന കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട 2019 കോൺസ്പിറസി ഉണ്ട് എന്ന് ബസന്ത് പറഞ്ഞ ചോദ്യം, അത് നമ്മളോട് ചോദിക്കുന്നതിനെക്കാട്ടിലും വൃത്തിയായി പോലീസ് മിക്കവാറും ലാലി വിൻസെന്റിനോട് ചോദിക്കും, നിങ്ങൾ എൻഗേജ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ന് തൊട്ട് ഇതിനെക്കുറിച്ച് നോളജ് കിട്ടി? അത് കഴിഞ്ഞിട്ടും അവർ സൈലന്റ് ആയിട്ട് ഈ കള്ളത്തരം, ഈ പോൺസൈ സ്കീമുകളിൽ ഈ കോൺസ്പിറസി ആൾക്കാരെ പറ്റിക്കുന്ന ഭാഗമായി അവർ മൗനാനുവാദത്തോടു കൂടി കാര്യങ്ങൾ ലീഗൽ അഡ്വൈസ് വീണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറ്റിക്കലിന് ലീഗൽ അഡ്വൈസ് കൊടുക്കുകയല്ല ഒരു അഡ്വക്കേറ്റിന്റെ റോള്. ഞാൻ കുറെ പേര് ചീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചീറ്റിംഗ് നടത്തുന്നതുമായി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് വീണ്ടും നടത്താനായിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് കൊടുക്കുക അല്ല ഒരു അഡ്വക്കേറ്റിന്റെ റോള്. ഒരു ചീറ്റ് ചെയ്ത ഒരാൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഹാജരാകാൻ തയ്യാറാണ്. രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടാണെന്ന് ജനം മനസ്സിലാക്കിയേ മതിയാകൂ. അത് ലീഗൽ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഒപ്പീനിയന് വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ലാലി വിൻസെന്റ് പൊതുസമൂഹത്തിനോട് മറുപടി പറയേണ്ടതായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ലാതെ തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു പോയിന്റാണിത്, മറ്റൊരു ഡിബേറ്റിംഗ് പോയിന്റാണിത്, ചർച്ച ചെയ്യേണ്ട കാര്യമാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ 5ാമത്തെ കക്ഷി അല്ലെങ്കിൽ ഞാൻ കൂടി ചേർന്നാൽ 6ാമത്തെ കക്ഷി എന്ന് പറയാം. 6ാമത്തെ കക്ഷിയായ ജനത്തിന് ഞാൻ കൊടുക്കുന്നു. പ്രകാശൻ മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നേരത്തെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയുടെ പേര് പരാമർശിച്ചത് താങ്കളാണ്. അവർക്കെതിരെ ഈ അനന്തവുമായുള്ള ബന്ധത്തിൻ്റെ, വളരെ അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന് താങ്കൾ പറയുകയുണ്ടായി. അത് മറ്റാരിൽ നിന്നുമല്ല, BJPയുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഗീതാകുമാരിയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. അതായത് അനന്തു 25 ലക്ഷം രൂപ ഗീതാകുമാരിയുടെ കയ്യിൽ നിന്ന് ഒരു സംയുക്ത സംരംഭത്തിലെ നിക്ഷേപമായി വാങ്ങി പിന്നീട് അത് തിരിച്ചു കൊടുത്തില്ല. എന്നിട്ടത് പോലീസിലേക്ക് പോയപ്പോൾ ഒരു പോലീസ് പറഞ്ഞതനുസരിച്ച് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസിൻ്റെ കൂടി അറിവോടുകൂടി 25 ലക്ഷം രൂപയുടെ, അത് ഞാൻ വാങ്ങിച്ചതാണ്, തിരിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് കൊടുത്തു. ആ ചെക്ക് മടങ്ങി. എന്നിട്ട് പരാതിയുമായി അവർ കോൺഗ്രസ് പാർട്ടിയെ, അന്ന് ഇവർ രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു, കോൺഗ്രസ് പാർട്ടിയെ സമീപിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നിസ്സഹകരണം മൂലം, ഇടപെടായ്മ മൂലം, അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ആയിരുന്നു അന്നും ഇവരുടെ വക്കീൽ, ഈ അനന്തുവിൻ്റെ വക്കീൽ. കോൺഗ്രസ് ഇടപെടാത്തത് മൂലം അവർ BJPയിലേക്ക് പോയി. പക്ഷേ യാദൃച്ഛികമെന്ന് പറയട്ടെ, ആരോപണ വിധേയയായ ഇവർ പറഞ്ഞിട്ടാണ് കൊടുത്തത്, ഇവരുടെ അറിവോട് കൂടി ആണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതേ പ്രമീള ദേവി BJPയിലേക്ക് വരികയും ഇവർ സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിൽ, പരാതിക്കാരി സംസ്ഥാന കമ്മിറ്റിയാണെങ്കിൽ അവർ സംസ്ഥാന മേൽക്കമ്മിറ്റിയിലേക്ക് തന്നെ വരികയും ചെയ്തു. ഇതാണ് പരാതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ BJPക്കാരും ഇതിൽ ഇൻവോൾവ് ആണെന്നല്ല, BJPയിൽ ഇപ്പോൾ ഉള്ളവർ അവരുടെ കോൺഗ്രസ് ഭൂതകാല സമയത്ത് ഇതിൽ ഇൻവോൾവ് ആണ് എന്ന മട്ടിൽ അവതാരകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഞാൻ വാർത്തയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം എടുത്ത് താങ്കൾക്ക് തരികയാണ്. പ്രകാശൻ മാസ്റ്റർ, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ? ഇതിൽ പ്രമീളാദേവി BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അതെ, സ്വാഭാവികമായിട്ടും അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ആ പാർട്ടിക്ക് തന്നെ ബാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പല ആളുകളുമായിട്ട് അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയതിൽ പ്രമീളാദേവിക്ക് പങ്കുണ്ട് എന്നുള്ളതാണ്. ഉന്നയിക്കപ്പെട്ട ആക്ഷേപമാണ് എന്ന് മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അനന്തകൃഷ്ണൻ നേരത്തെ പ്രമീളാദേവിയുടെ PA ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് അവർ എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാനാവുന്നതല്ല. പ്രമീളാദേവി തന്നെ പരസ്യമായിട്ട് ആ കാര്യം സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസിൻ്റെ BJPയുടെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന നിലക്കുള്ള ആക്ഷേപം വന്ന നിലക്ക് പങ്കില്ല എന്ന് തെളിയിക്കേണ്ടതും, ഇനി അഥവാ പങ്കുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും പാർട്ടി എൻഡോസ് ചെയ്യില്ല എന്ന് പറയേണ്ടതും BJPയുടെയും കോൺഗ്രസിൻ്റെയും ചുമതലയാണ്. പകരം അവർ പറയുന്നത് എന്താ? പകരം അവർ പറയുന്നത് ഇതിൽ CPM പൈസ വാങ്ങിയിട്ടുണ്ട്, സംഭാവന വാങ്ങിയിട്ടുണ്ട്, അവർ കൂടി പങ്കുണ്ട് എന്ന് സ്ഥാപിക്കാനാണ്.
ഈ കാര്യത്തിൽ ഏറ്റവും ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതിൽ പരാജയപ്പെടുത്തുന്നത് സ്ഥാപിക്കാനാണ്. അത് ഇതിലെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനും തങ്ങളുടെ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തിൽ നിന്ന് ഉത്തരം പറയുന്നത് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് 2019 ഈ കാര്യം യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ പറയുന്ന ഈ നമ്മുടെ NGO കോൺഫെഡറേഷൻ ഉണ്ടാവുന്നത്? വന്ന ചർച്ചകൾ വ്യക്തമായിരിക്കുന്നത് 2022 അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ആനന്ദകുമാറാണ്. 175 സന്നദ്ധ സംഘടനകളെ ചേർത്തുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ്. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടാണ് ആനന്ദകുമാറും അനന്തകൃഷ്ണനും നിൽക്കുന്നത്. അവരാണ് ഈ പറയുന്ന തട്ടിപ്പ് സംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അവർക്ക് എല്ലാ നിലക്കുമുള്ള സഹായം, പിൻബലം, അവർക്ക് ആവശ്യമായ നിലക്ക് ഉള്ള ഇടപെടൽ അവർ അതെല്ലാം നടത്തി എന്നുള്ളതിന്റെ പേരിലാണ് BJPയുടെ കോൺഗ്രസിലെ നേതാക്കന്മാർക്കെതിരായിട്ട് ഈ ആക്ഷേപം വരുന്നത്. BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും നിലപാട് പറയുന്നില്ല. എന്നാൽ ഇവിടെ CPMന്റെ ആളുകൾ പൈസ വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നെല്ലാമുള്ള ആക്ഷേപം വന്നപ്പോൾ ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടി നിലപാട് പരസ്യമായിട്ട് പറഞ്ഞു. ഈ കേസുമായിട്ട് ഏതെങ്കിലും നിലക്ക് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് മാത്രമല്ല അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതാണല്ലോ. ജനങ്ങളിൽ ധാരാളം സാധാരണക്കാരായ ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ വഞ്ചിക്കപ്പെട്ടതിൽ അതിൽ കുറ്റവാളികൾക്ക് എതിരായിട്ട് തങ്ങളുടെ എല്ലാം പാർട്ടി നിൽക്കും എന്നല്ലേ ഏതൊരു രാഷ്ട്രീയ വിശ്വാസിയും വിചാരിക്കുക. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കേസിൽ കോൺഗ്രസ്സുകാർക്ക് അത്ര ഒരു വിശ്വാസം ഉണ്ടാവുമോ? BJPക്കാർക്ക് ഇത്ര വിശ്വാസം ഉണ്ടാവുമോ? ഞങ്ങളുടെ പാർട്ടിക്കാര് ഈ പറയുന്ന ഇരകളുടെ കൂടെ നിൽക്കും എന്ന വിശ്വാസമുണ്ടാക്കാൻ പാകത്തിലാണോ BJP കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകുന്നത്? അല്ലെന്നാണ് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കേസിനകത്ത് ആരെല്ലാം പ്രതികളാണോ, ഗൂഢാലോചന, അതുപോലെ നടത്തിപ്പ്, ഇതിന്റെ ലാഭത്തിന്റെ വിഹിതം, ഇതിലെല്ലാം പങ്കുപറ്റിയിട്ടുള്ള ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് പറയുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കേണ്ടത്. BJPയും കോൺഗ്രസിന്റെയും നിലപാടുകൾ ആ നിലക്ക് വരുന്നില്ല, സംശയാസ്പദമാണ്. അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ അത് ഗൗരവതരമാണ്. തീർച്ചയായിട്ടും ആക്ഷേപങ്ങളാണ്. ആക്ഷേപങ്ങൾ തെളിയിക്കേണ്ട പിന്നെ നടപടികൾ വേറെ നടക്കേണ്ടതുണ്ട്. പക്ഷേ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ ഗൗരവതരമാണ്. തങ്ങൾക്ക് ആ പറയുന്ന ആക്ഷേപങ്ങളിൽ യാതൊരു പങ്കുമില്ല അത് തെളിയിക്കാൻ ഈ നേതാക്കന്മാർക്ക് ബാധ്യതയുണ്ട്. അത് നിർവഹിക്കുന്നതിനുള്ള ഒരു നില ഉണ്ടാവുന്നില്ല. കൂടുതൽ ആക്ഷേപങ്ങളിൽ കുരുങ്ങുന്ന ഒരു നിലയാണ് ഈ ആളുകളെ സംബന്ധിച്ച് നടന്ന ചർച്ചകളിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ച കേൾക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. പ്രകാശൻ മാഷ്, തിരിച്ചു വരാം. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഈ സംഘടന നാഷണൽ NGOs കോൺഫെഡറേഷൻ എന്ന് പറയുന്ന വിവാദ സംഘടന, ആ സംഘടന ഉണ്ടായത്, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ്: NNGOC-NF-09-DC 24-25 ആ വർഷത്തിൻ്റെ, ആ സാമ്പത്തിക വർഷത്തിൽ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് വസന്ത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഞാൻ പ്രകാശൻ മാഷ് താങ്കൾക്ക് മുന്നിൽ നേരത്തെ വെച്ച ഒരാവശ്യം താങ്കളുടെ മുന്നിൽ അതിന് മറുപടി പറയാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ തട്ടിപ്പുമായി ആസൂത്രണ തലത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശത്തോടു കൂടി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ പ്രവർത്തകർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. സമാനമായി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, അങ്ങനെയുള്ളവർ CPMലുണ്ടെങ്കിൽ CPMൽ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സമാനമായൊരു പ്രസ്താവന കോൺഗ്രസിൽ നിന്നുണ്ടാകണം, BJPയിൽ നിന്നുണ്ടാകണമെന്ന്. BJPയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കോൺഗ്രസിൻ്റെ കാര്യം താങ്കൾക്ക് പറയാവുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ പറയുന്നു, പ്രമേള ദേവി എന്ന് പറയുന്ന ഇപ്പോഴത്തെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അവർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കീഴിൽ വനിതാ കമ്മീഷൻ അംഗമായിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവരുടെ PA ആണെന്ന് പറയുന്നു, സന്തത സഹചാരിയാണെന്ന് പറയുന്നു ഈ പ്രതിക്കെതിരെ ആ ഘട്ടത്തിൽ പരാതി തന്നിട്ട് ഒരു നടപടിയും എടുത്തില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ കോൺഗ്രസ് നേതാവാണ് KN ഗീതാകുമാരി. അന്ന് ആ പരാതി പരിഗണിച്ചിരുന്നു. ഇത്ര കണ്ണായൊരു സ്ഥലത്ത്, അതായത്
വനിതാ കമ്മീഷൻ അംഗമായി ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു സ്ത്രീക്കെതിരായ പരാതി സംഘടനാ തലത്തിൽ ചർച്ച ചെയ്തിരുന്നില്ലേ? സംഘടനയ്ക്ക് ഈ ഗീതാകുമാരിക്ക് പരാതി വരാൻ അവർ പരാതിപ്പെടാൻ ഇടവന്നത്, പ്രമീള ദേവിക്കെതിരെ പരാതിപ്പെടാൻ ഇടവന്നത് ഈ അനന്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നത് കോൺഗ്രസ് സംഘടനയ്ക്ക് അജ്ഞാതമായിരുന്ന കാര്യമാണോ? അതിൽ ഇടപെട്ടിരുന്നില്ലേ? ഈ അറിവോട് കൂടിയിട്ട് ആണോ പിന്നീട് 2024-25 പ്രവർത്തനക്ഷമമായ ഈ പദ്ധതിയുടെ ഉപദേശകയായി, നിയമോപദേശകമായി ആയി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ലാലി വിൻസെൻ്റ് മാറിയത്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താമോ? ഈ കാര്യത്തിൽ ഒരു വിശദീകരണം അഡ്വക്കേറ്റ് വസന്ത്. ഉപസംഹാര ഭാഗമാണിത്. തീർച്ചയായും ശ്രീ എൻ പി, ശ്രീമതി പ്രമീള ദേവി നിലവിൽ BJP-യിലാണ്. പക്ഷെ അങ്ങ് ചോദിച്ച സമയവും ഈ ക്രൈം ഹാപ്പൻ ചെയ്തു എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്ത സമയം അവർ കോൺഗ്രസിലുള്ളതായതുകൊണ്ട് ഉത്തരം പറയാം. ഒന്ന് അവർ എന്റെ നെയ്ബർ കൂടിയാണ് താമസിക്കുന്നത്. ഒന്ന്, അവർ ഏതാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരിക്കും. അവർക്കെതിരെ ഒരു പരാതി കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. ഈ BJP-യിൽ ഇപ്പോഴുള്ള ഗീതാകുമാരി ഉന്നയിക്കുന്ന ഒരു ആരോപണം അവർ കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുത്തു എന്ന് അവരൊരു വാർത്താ ചാനലിലും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കൈരളി ആർക്കൈവ്സിൽ നിന്ന് അത് എടുക്കാം. അയ്യോ, കൈരളിയിലുണ്ട്. ഞങ്ങളത് കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ കാണിക്കാൻ സമയമില്ല, കാണിച്ചോളാം. ഇനിയുള്ള വാർത്തകളിൽ കാണിക്കും, താങ്കൾ കാണുക. ഓക്കെ, കണ്ടിന്യൂ. കോൺഗ്രസ് നേതൃത്വത്തിൽ അന്ന് ആർക്കാണ് കൊടുത്തതെന്ന് കൂടി അവർ പറയണമല്ലോ. അത് പറയണം. ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അവരാണ് വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി ഫ്രം മൈ സോഴ്സ് അങ്ങനെ ഒരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിനും കിട്ടിയിട്ടില്ല. അവർ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്താണ് അനന്തു PA ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ആയിരിക്കുന്ന മെമ്പർ ആയിരിക്കുന്ന ഒരാൾക്ക് PA അലോട്ട് ചെയ്യുന്നത് സർക്കാരാണ്. സ്വാഭാവികമായും റെക്കോർഡുകളിൽ അത് ഉണ്ടാവും. അത് പോലീസ് പരിശോധിക്കണം. അങ്ങനെ അല്ലാന്ന് അവർ പറയുന്നു. ഇനി അങ്ങനെ ആണെങ്കിൽ അവരും എന്നോട് പറഞ്ഞിരുന്നു. പ്രമീള ദേവി എന്നോട് സംസാരിച്ചിരുന്നു. PA ആയിരുന്നില്ല, PA സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇദ്ദേഹം ഒരു സഹായിയായി അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അദ്ദേഹം സിവിൽ സർവീസിന് പഠിക്കുന്നത് കൊണ്ട് അതിന്റെ പരിശീലനത്തിന് വേണ്ടി തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് മറ്റതാണ് അതിന്റെ പ്രധാനമായ വശം. PA അല്ല എന്ന് പ്രമീള ദേവിക്ക് അവകാശവാദമുണ്ട്. ഓക്കെ, ശ്രീ എൻ പി, തൂണിലും തുരുമ്പിലും തട്ടിപ്പുകാരനുണ്ട് എന്ന് പറയുന്നത് പോലെ ഇയാൾ 19ാമത്തെ വയസ്സിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇവൻ നിലവിൽ എന്റെ ഫോൺ സ്പെയർ ഫോൺ ഓഫ് ആയി പോയി. അല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം ചർച്ചയ്ക്ക് ശേഷം. 19ാമത്തെ വയസ്സിൽ ഈ നമ്മുടെ വിഷത്തുപ്പുന്ന ശശികല ടീച്ചറിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. CPM നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ പല ഫോട്ടോകളും ഉണ്ടാവും. അതിലൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ. 2, കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം ശ്രീ പ്രകാശൻ മാസ്റ്റർ ഉന്നയിച്ചു. ഞങ്ങൾ ഇതിനെ തള്ളി പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹം ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് അറിയാതെ പറ്റിപ്പോയാന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞോ? ഞങ്ങൾ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. പ്രകാശൻ മാസ്റ്റർ അതെന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് ദയവായി ഉപസംഹരിച്ചാലും സമയം പോകും. ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു അവരവരുടെ ലീഗൽ പ്രൊഫഷനാണ് എക്സസൈസ് ചെയ്തെങ്കിൽ ഒന്നും പറയാനില്ല. ലാലി വിൻസെന്റ് അല്ല, മറ്റെന്തെങ്കിലും പങ്കാളിത്തമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുമോ? അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയാമോ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തീർച്ചയായും അത് ഇമ്മോറൽ ആൻഡ് ഇല്ലീഗൽ ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ അവരുണ്ടാവില്ല. ഞാൻ ഉറപ്പ് പറയുന്നു. വളരെ വ്യക്തമാണ്. സ്വാഗതം ചെയ്യുന്നു. നന്ദി ബസന്ത്. പ്രകാശൻ മാസ്റ്റർ, ഇതൊന്ന് ചർച്ച നമുക്ക് സമാപിക്കേണ്ടിയിരിക്കുന്നു. പ്രകാശൻ മാസ്റ്ററിന്റെ കോൾ കട്ടാണ് എന്ന് PCR-ൽ നിന്ന് പറയുന്നു. ലാൽകുമാർ, 2 സെന്റൻസിൽ താങ്കളുടെ ഉപസംഹാര പ്രകടനം. അല്ല, നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളിലേക്കും ചുമ്മാതെ വിരൽ ചൂടേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഉത്തരം പറയേണ്ട ആൾക്കാരെന്ന് പറയുന്നത് പണം വാങ്ങി എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അത് ഈ വ്യക്തി തന്നെ, പ്രതി തന്നെ കൃത്യമായി കുറേ പേരുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതിൽ വ്യക്തത ഉണ്ടായേ മതിയാവും. അത് അവർ രാഷ്ട്രീയക്കാരും കൂടിയാണ്. അവർ വാങ്ങിച്ചിട്ടുണ്ടോ, വാങ്ങിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിന് വാങ്ങിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി കേരളത്തിൻ്റെ സമൂഹത്തോട് പറയാൻ ബാധ്യതയുണ്ട്. അതിപ്പം ഡീൻ കുര്യാക്കോസ് ആണെങ്കിലും മാത്യു കുഴൽനാടനാണെങ്കിലും ആരാണെങ്കിലും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അവർ വാങ്ങിച്ചത് എന്തിന്, എങ്ങനെ, എപ്പം,
കൈ ക്യാഷായിട്ട് വാങ്ങിച്ചോ അല്ലെങ്കിൽ അല്ലാതെ അക്കൗണ്ട് വഴി വാങ്ങിച്ചോ, എന്ത് പേർപ്പസിന് വാങ്ങിച്ചു? വ്യക്തമാണ്. വിശദീകരിക്കേണ്ടവർ വിശദീകരിക്കണം. പ്രകാശ് മാഷേ, ഞാൻ താങ്കളിലേക്ക് വരുന്നു. 2 സെന്റൻസിലൊന്നും ഉപസംഹരിച്ചാലും സമയം പോയില്ലേ? ക്ഷമിക്കുക. അല്ല, ഈ കേസിൽ യഥാർത്ഥത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ കേരളത്തിലെ 2 പാർട്ടികൾക്ക് ബാധ്യതയുണ്ട്. അത് BJPക്കും കോൺഗ്രസിനുമാണ്. അത് അവർ തെളിയിക്കണം. ഏതെങ്കിലും നിലക്ക് ഈ കേസിനകത്ത് പങ്കാളികളായിട്ടുള്ള തങ്ങളുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും നിൽക്കില്ല എന്ന് അവർ പറയണം. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റു പാർട്ടിക്കാരാകെ തെറ്റിയതിനുണ്ടെന്ന് സ്ഥാപിച്ച് നിലവിലുള്ള തങ്ങളുടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ അതിനെ തള്ളിക്കളഞ്ഞ് ഒരു പുകമറ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള അവരുടെ ഏർപ്പാടുകൾ അവസാനിപ്പിക്കണം. അതോടൊപ്പം ഈ കേസ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് അഭിനന്ദിക്കാൻ വേണ്ടി കൂടി അവർ മുന്നോട്ടേക്ക് വരണം. വളരെ വ്യക്തമാണ്. എന്തായാലും വളരെ ഫലപ്രദമായ ഒരു ചർച്ചയാണ്. തീക്ഷ്ണമായിരുന്നു എങ്കിൽ പോലും, രൂക്ഷതയുണ്ടായിരുന്നു എങ്കിൽ പോലും സൗമ്യമായ ചർച്ചയായിരുന്നു. അത് സതുദ്ദേശപൂർണമായ ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് പ്രകാശൻ മാഷ്ക്കും വസന്ത് സിറിയക്കിനും ലാൽകുമാറിനും ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.